എം മുകേഷ് എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്ത് ബിജെപി പ്രതിഷേധം. എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എംഎൽഎയുടെ കോലം കത്തിച്ചു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, മുകേഷ് എംഎൽഎക്കെതിരായ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ശക്തമായ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ ഉണ്ട് എന്നാണ് കുറ്റപത്രത്തിലുള്ളത്. എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണോ ഇപ്പോൾ പ്രതിഷേധം? തീർച്ചയായും ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം എംഎൽഎ എം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരം ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ പറയുന്നത്. ആദ്യഘട്ടത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ കൊല്ലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എറണാകുളത്ത് കോടതിയിലേക്ക് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ്, അതായത് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് കൊല്ലത്ത് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത്. ആദ്യ പ്രതിഷേധമുണ്ടായിരിക്കുന്നത് ബിജെപി കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. അതായത് എംഎൽഎ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ഒപ്പം തന്നെ എംഎൽഎയുടെ കോലം കത്തിക്കുകയാണ് ചെയ്തത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ബിജെപി സംസ്ഥാന സമിതി അംഗവും മുൻ ജില്ലാ പ്രസിഡന്റുമായ ബി ഗോപകുമാർ ആയിരുന്നു. പക്ഷേ അതിൽ പ്രവർത്തകരുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഏകദേശം 10ഓളം പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ എംഎൽഎ ഓഫീസിനടുത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയും തുടർന്ന് അതിനു മുന്നിൽ അവർ യോഗം ചേർന്നതിന് ശേഷം എംഎൽഎയുടെ ഈ കോലം കത്തിച്ചതിന് ശേഷം പിരിയുകയും ചെയ്തു. ഇന്ന് ഈ പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്ന് വൈകുന്നേരത്തോടുകൂടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധവും എംഎൽഎ ഓഫീസിലേക്കുണ്ട്. അടുത്ത ദിവസം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതായത് വരും ദിവസങ്ങളിൽ ഇനി എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ള നിലപാട് തന്നെയാണ് ബിജെപിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദിവ്യ, എംഎൽഎ ഓഫീസിലേക്കാണ് ബിജെപി മാർച്ച് നടത്തിയത്. എംഎൽഎ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. വിവരങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത്.